from heaven's throne through the cross will ഇങ്ങനെ ഒരു കൂടിവരവ് നമുക്ക് സർവശക്തനായ ദൈവം ഒരുക്കി തന്നതോർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. ദൈവസന്നിധിയിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നമ്മുടെ അതരം കൊണ്ട് സ്തുതിപ്പാൻ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. ഈ ഹോളിനകത്ത് ദൈവീയ മഹത്വം കൊണ്ട് നിറയണം. എല്ലാ അന്യായ ചിന്തകളും മാറുവാൻ, ലോകത്തിന്റെ ചിന്തകൾ മാറുവാൻ, ജഡത്തിന്റെ ചിന്തകൾ മാറുവാൻ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതൊരു അത്ഭുതമായി തീരുവാൻ അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ Yeah.
Yeah.
ഇടത്ത് നമുക്ക് വന്നു ചേരുവാൻ, ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ. ചില ആളുകൾക്ക് അതിന് തുറപ്പാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയാത്ത വിധത്തിൽ. ചിലർക്ക് കരകൾ തട്ടുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയാത്ത വിധത്തിൽ. അവൻ കൈകാലുകൾ ചലിപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് സാവധാനമില്ലാതിരിക്കെ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ണിന്റെ മുൻപിൽ ഞാൻ കണ്ടതാണ്. റാഷീദ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അനേക ആയിരങ്ങൾ, അനേക ആളുകൾ രോഗത്താൽ പിടിക്കപ്പെട്ട് അനങ്ങുവാൻ, ചലിക്കുവാൻ, നിൽക്കുവാൻ കഴിയാത്തവർ ഒത്തിരി അവിടെ ഉള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്മകൾക്കുമായി ഹൃദയം നിറഞ്ഞ ദൈവത്തിന് നന്ദി പറഞ്ഞേ. അലക്ഷ്യമായി ആരും നിൽക്കരുത്. എന്റർടൈൻമെന്റിന് വേണ്ടിയല്ല നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ. അബോധ്യമുള്ളവർ ചില നിമിഷങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന് ആയിരം നന്ദിയാണ്. ദൈവം നടത്തിയ വഴികൾക്കായി നന്ദി പറഞ്ഞാട്ടെ. ഒരു പക്ഷേ അത് കഷ്ടങ്ങളുടെ വഴികളായിരിക്കാം, വഴിത്താരയിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ടിരിക്കാം, എന്നാൽ നടന്നെത്തി എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, കല്ലുകളെയും മുള്ളുകളെയും നോക്കിയ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം നമ്മെ നടത്തിയത് കല്ലിന്റെയും മുള്ളിന്റെയും മുകളിലൂടെയാണ്. എന്തിനത്ര ബോധ്യമുള്ളവർ ചേർന്ന് പറഞ്ഞേ, ദൈവം നമ്മെ നടത്തുന്നത് ചെങ്കടലിന്റെ ഓരത്തുകൂടെയല്ല, ചെങ്കടലിന്റെ മധ്യത്തിലൂടെ, ചെങ്കടലിന്റെ മധ്യത്തിലൂടെ, യോർദാന്റെ മധ്യത്തിലൂടെ തന്നെ ദൈവം നമ്മെ നടത്തും. എന്നോടൊപ്പം സഹകരിച്ച ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകർക്കുള്ള ഈ ക്രെഡിറ്റ്, ഈ അംഗീകാരമൊക്കെ അവരുടെ അധ്വാനം കൂടാണ്, അവരെ ആത്മാർത്ഥമായ സഹകരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഹോൾ പണിയാൻ സാധിച്ചത്. ഇന്ന് എല്ലാവരും വന്ന് ഇതിനെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെയും ഇതിൽ വസിക്കുന്ന എല്ലാവരും നിങ്ങൾ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ. അത്യുന്നതനെ വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൽ പ്രഭുതാ മഹത്വത്തിൽ യോഗ്യൻ മാനവും
ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം ഇന്ന് ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നുപോയ വഴികളെ കുറിച്ച് പറഞ്ഞാൽ ദൈവം നടത്തിയതല്ലാതെ ഒന്നും പറയുവാനില്ല. 2014 സമയത്തൊക്കെ സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 17 വർഷം ഹൗസ് വൈഫായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. ആക്ച്വലി പഴയ ഇമേജിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. എന്നെ ഇത്രത്തോളം നടത്താൻ കഴിവുള്ളവൻ. കാരണം ഈ യുഎയിൽ എത്ര ജയിലുണ്ടോ, എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, അവിടെയൊക്കെയും കയറ്റി ഇറക്കി എന്നെ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വലിയ സംഭവമായി ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ആലയം പണിയണമെന്നോ. ഇപ്പോഴാണ് വേദോസത്തിൽ വായിക്കുന്ന അബ്രഹാം പോകുന്ന ഓരോ സ്ഥലത്തും യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുണ്ടായിരുന്നു. അതിന്റെ മഹത്വം എന്തുവാണെന്ന് ഈ ഒരു സമയത്താണ് മനസ്സിലാക്കുന്നത്. ദൈവം ഞങ്ങളെ ഓരോ കാര്യങ്ങളിലൂടെയും വീര്യം പ്രവർത്തിക്കുന്ന വലതുകരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉള്ളത് തന്നെയാണ്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. സമ്പത്ത് എന്തുവാണെന്നോ അല്ലെങ്കിൽ ആരോഗ്യം എന്തുവാണെന്നോ ഇതൊക്കെയും ആ സമ്പത്തിന്റെ വിലയെ അത് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ആരോഗ്യമുള്ളപ്പോൾ നമ്മളെല്ലാം അഹങ്കരിച്ച് നടക്കും, നമ്മളെ മിടുക്കാണെന്ന് വിചാരിക്കും. ഇതൊന്നും നമ്മുടെ കഴിവും മിടുക്കും ഒന്നുമല്ല. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നിരിക്കുന്ന ആയുസ്ത്രത്തോടും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെയും സ്തുതിയോടെയും സ്തോത്രത്തോടെയും ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോയാൽ അതിനത്രത്തോളം നന്മ. ഒരു കാര്യമുണ്ട്, കഷ്ടതയുണ്ട്. കഷ്ടത ഓരോ ദിവസവും ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പൊ കണ്ടോണ്ടാണ് നടക്കുന്നത്. പക്ഷെ ആ കഷ്ടതയിലും താങ്ങുന്ന മഹത്വപരമായ ഒരു കാര്യമാണ്. അത് നമ്മളെ വഴി നടത്തും. ഈ ആരാധനാലയം തുടങ്ങാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുടെ കൂടെ കരം കോർത്ത് നിന്ന ഞങ്ങളുടെ ബ്രദർ ജോയ് ബ്രദർ, ഞങ്ങളുടെ അലിസ് ബ്രദർ, അതുപോലെ ഞങ്ങളുടെ ഇമേജിന്റെ ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അതുപോലെ സാംബാസ്റ്റർ, സജി പാസ്റ്റർ, പ്രാർത്ഥിച്ച് സഹായിച്ച അനേകരുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സമയം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കടന്നു വരുന്നവർ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ആ നന്മ, ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിച്ച് എന്താവശ്യത്തിന് അവരിവിടെ കടന്നു വരുന്നു അതൊക്കെയും ദൈവസന്നിധിയിൽ ദൈവം നടത്തി കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സാക്ഷ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭവനവുമായി ഈ അടുത്ത സമയമാണ് എനിക്ക് പരിചയപ്പെടുവാനിടയായത്. അതും അപ്രതീക്ഷിതമായി യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളെ കമ്പനിയിൽ ഓഡിറ്റിങ്ങിന് വന്ന ഒരു സഹോദരിയാണ് ജയശ്രീ എന്ന് പറയുക. ജയശ്രീ സഹോദരിയാണ് ഈ കുടുംബവുമായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുവാനിടയായത്. അതുതന്നെ ഒരു അത്ഭുതമാണ്. പ്രിയ ബ്രദർ ജോസ് ബ്രദറുമായി പരിചയപ്പെടുമ്പോൾ തൻ്റെ അവസ്ഥകൾ കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. തൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ താൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് നാട് കണ്ടാൽ മതി, ഇവിടുത്തെ എല്ലാ പരിപാടിയും ഉപേക്ഷിച്ച് മതിയാക്കി പോകണമെന്ന്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു, പ്രിയ ബ്രദർ നിങ്ങൾ എങ്ങനെ പോകത്തില്ല, എങ്ങനെ ഇവിടെ ആയിരുന്നു പഴയ കാലങ്ങൾ, അതിനേക്കാൾ ഉപരിയായി സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സന്തോഷത്തോടു കൂടെ മാത്രമേ ഈ ദേശത്ത് നിങ്ങളൊരു കുടുംബം അനേകർക്കൊരു അനുഗ്രഹമായി തീരും. ചില പ്രതിസന്ധികളും ചില പ്രതികൂലങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് ഇത് നിങ്ങളെ ദൈവം സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ്. അത് ദൈവം ഓരോന്നായി നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തുതി കരയറ്റുക, സകല മഹത്വം ദൈവത്തിന് കരയറ്റുകയാ. ഈ കുടുംബം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി തീർന്നിട്ടല്ല, പ്രതികൂലം തീർന്നിട്ടല്ല, അതിന്റെ മധ്യത്തിലും ഇങ്ങനെ ഒരു തീരുമാനം അവരുടെ ജീവിതത്തിൽ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒബേദെദോമിന്റെ ഭവനത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അവരുടെ ജീവിത ശൈലിയിൽ മാറ്റമുണ്ടായി, അവരുടെ കൊടുക്കുവാങ്ങലിൽ മാറ്റമുണ്ടായി, അവരുടെ അനുഗ്രഹങ്ങളിൽ മാറ്റമുണ്ടായി. അത്ഭുതമായി ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയായതുപോലെ ഈ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയം കടന്നു വന്നത് ഇത് അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൽ ആന്റണി പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് പരിചയപ്പെടുവാനിടയായി. കഴിഞ്ഞ രാത്രിയിൽ ജോസഫ് ബ്രദർ പരിചയപ്പെടുവാൻ തന്നോട് കൂടെ
ആയിരുന്ന സമയങ്ങൾ തൻ്റെ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ ഇടയാകും. അവർ തമ്മിൽ പരിചയപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ, ക്രിസ്തുവിന്റെ ജലസ്നാനമൊക്കെയും എടുക്കുവാൻ കൃപ നൽകിയത് കർത്താവിന്റെ ദാസനിലൂടെയാണ്. ഈ കുടുംബം ദൈവത്തെ അറിയുവാൻ ഇടയായി, കേൾക്കുവാൻ ഇടയായി, തന്നിലൂടെ അതിന്റെ അസാക്ഷ്യങ്ങളൊക്കെ താൻ പറയുവാനിടയായി. തുടർന്നുള്ള 20-25 മിനിറ്റ് കർത്താവിന്റെ ദാസന് ഞാൻ നൽകുന്നു. സ്ഥാപനവും അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹാലിന്റെ നടത്തിപ്പിലായിരിക്കുന്ന ദേശപുത്രമായി ഒരുമിച്ച് ഞാൻ അതിനത്തെ കൂടി സാക്ഷ്യത്തെ കൂടി ദൈവാത്മാവ് വെളിപ്പെടണം, ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടണം, ആത്മാവിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട് മടങ്ങി പോവാൻ സഹായിക്കും. മഹത്വമേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആമേൻ. ഞാൻ എന്റെ സാക്ഷി ചെറുതായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് തിരിച്ചു വളർന്നത്. ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വെച്ച് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ തന്നെ സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ പലർക്കും പല സാക്ഷ്യമാണല്ലോ. ദൈവസഭ തുടങ്ങിയ ആളാണ് ഞാൻ. ഒരു ഹോളൊക്കെ ലഭിച്ചു. അതിശയകരമായിട്ട് യൂണിയൻ ചർച്ചിലൊക്കെ ഒരു ഹോൾ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, വാസ്തുവിന്റെ ബുദ്ധിമുട്ട്. 2003 അവിടെ ഒരു ഹോള് കിട്ടി. ഹോൾ നമ്പർ 4, 200 പേർക്കുള്ള ഹോളാണ്. ഹോള് ലഭിച്ചു. അപ്പൊ എന്റെ ധാരണ ഒരു വലിയ ഹോളൊക്കെ എടുത്ത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ വാങ്ങിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുകാരനെയൊക്കെ കിട്ടി കൂട്ടായ്മയൊക്കെ തുടങ്ങിയാൽ നമ്മളെ വിടുവിച്ച ദൈവം അനേകരെ ഇവിടെ കൂടെ കൊണ്ടുവരും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ അതാണ് ദൈവസഭ എന്നുള്ള ഒരു ചിന്തയിലാണ് പ്രവർത്തനങ്ങളൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. ആദ്യ ഫലമായിട്ട് ഞാനാണ് സ്നാനപ്പെടുന്നത്. അതിനുശേഷം ഒരു ഹൈന്ദവ ഫാമിലി സ്നാനപ്പെട്ടു. ഈ 2 ഫാമിലിയായിട്ട് 200 പേരുള്ള ഹോളില് ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ബൈബിൾ സ്റ്റഡി, അതായത് എൻ്റെ അന്നത്തെ ഉദ്ദേശം ബൈബിൾ പഠിക്കണം. ബൈബിൾ പഠിക്കാൻ അതിന് പറ്റിയ ഒരു ദേവദാസനെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിൽ ബാസ് എന്ന് ബൈബിൾ സ്റ്റഡി തുടങ്ങിയിട്ടില്ല. അത് അവിടെ മറ്റേ ഇതൊക്കെ തുടങ്ങുന്നുണ്ട്, മറ്റേ വർഷിപ്പ് സെന്റർ. എനിവേ, അപ്പം ഇതൊരു ചെറിയ ബൈബിൾ സ്റ്റഡി ആയിട്ട്. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ചർച്ചക്കാർ തന്നെ അതിന് നിർജ്ജീവമാക്കി. എന്ന് പറഞ്ഞാൽ ഇത് ആളെ പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞ് അത് നോട്ടീസ് കൊടുക്കാനൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അതങ്ങനെ തീർന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് കുറച്ചുപേരൊക്കെ ബൈബിൾ പഠിക്കാനൊക്കെ വന്നു. കാര്യമൊന്നും നടന്നില്ല. പക്ഷേ ബൈബിൾ കോളേജിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് സ്തോത്രം, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന 5ാമത്തെ ബൈബിളാണ്. അത് മുഴുവൻ കുത്തിയെഴുത്താം. പൗലോസ് പറഞ്ഞത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്നാണ്. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം കഴിയുമെന്നൊരു പൊതുവെ ഒരു ചിന്ത അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ അനുഗ്രഹത്തിന്റെ ഒരു മഴ പെയ്യുമെന്നൊക്കെയാണ്. നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനമല്ല, 5-6 സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പം ഉടനെ ആത്മാവ് ഉള്ളിൽ വന്നതിന് ശേഷം പിന്നീട് സംഭവിച്ചത് ആത്മാവ് അവനെ ഭൂമിയിലേക്ക് നടത്തി. ആദ്യം തന്നെ സാധാരണമായിട്ടൊക്കെ ഏറ്റുമുട്ടൽ തുടങ്ങി. പക്ഷെ നമ്മളെയൊക്കെ ദൈവം വേറെ രീതിയിലാണ്. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് തുടങ്ങി പരിപാടി. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ബിസിനസ് ഓരോന്നൊക്കെ ആയിട്ട് പൊടിയാൻ തുടങ്ങി. ഒമൽച്ചാലിൽ ഒരു ഐസ്ക്രീം ഫാക്ടറി സിറ്റി യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തി. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാശ്. ഇങ്ങനെ ഈ മരുഭൂമിയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണാൻ കിട്ടും എന്ന് പറഞ്ഞതിനൊക്കെയാണ് കാശ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ബാങ്ക് ഫൈനാൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇങ്ങനെ സാമ്പത്തികമായ തകർച്ചകളുണ്ടായി. അന്നത്തെ നിയമപ്രകാരം അറിയാമല്ലോ, ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഉടനെ ഓടി നടന്ന് പിടിക്കുകയാണ്. അപ്പോൾ 4-5 ബാങ്ക് നമുക്ക് ഫെസിലിറ്റിയും മറ്റു പേഴ്സണൽ ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതാണ്. ഒരു ബാങ്കിന്റെ 70% അവർ റിക്കവർ ചെയ്തതിനു ശേഷം ബാക്കി 30% നെഗോഷിയേഷന് വേണ്ടി അവരുടെ ഓഫീസിൽ എന്നെ വിളിച്ചിട്ട് പുറത്ത് നിന്ന് CID കൊണ്ട് എന്നെ പിടിപ്പിച്ചു. കാരാഗൃഹത്തിലേക്ക് ഒരു യാത്രയായി. ഞാൻ 44 മാസം കാരാഗൃഹവാസം കഴിഞ്ഞു. ഇത് 2010-ലാണ്. 2014 പുറത്തിറങ്ങി. 2014 മാർച്ചിൽ പുറത്തിറങ്ങുമ്പോൾ വേറെ ചിലരൊക്കെ അവിടെ കിടക്കുന്നത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെയാണ് വേറൊരു കക്ഷി ഈ കക്ഷിയോട് പറഞ്ഞു,
ഇങ്ങനെ ഒരാളുണ്ട് പുറത്ത്, അതായത് പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. ഇദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ കമ്പനി നടത്താൻ വേണ്ടി ആഗ്രഹിച്ച ആളൊക്കെ അങ്ങനെയാണ്, വിശ്വസ്തനാണെന്ന് ആർക്കോ എന്തൊക്കെ തോന്നി, അറിയുന്നില്ല. എനിവേ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഓൾറെഡി പ്രോബ്ലം ഉണ്ട്, എന്നെ കൊണ്ടത് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രാർത്ഥിക്കാം, സിസ്റ്റർ എന്നെ വിളിക്കുന്നു. അങ്ങനെ എനിവേ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടു. അവരുടെ വീട്ടിൽ പോയി തുടർച്ചയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും 4 വർഷം കണ്ടിന്യൂസ് അവിടെ വീട്ടിലെ വെള്ളിയാഴ്ച മീറ്റ് ചെയ്യും. അതെന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊരു കൂട്ടായ്മ വേണം. പിന്നെ 40 വയസ്സ് കഴിഞ്ഞ് ഇഷ്ടംപോലെ കാശുണ്ടാക്കിയിട്ട് ദൈവവേലയ്ക്ക് പോകാൻ സമർപ്പിച്ചത് ദൈവദാസനാണിത്. അപ്പോൾ 40 വയസ്സിൽ ദൈവം അയച്ചത് വേറെ ചില സ്ഥലത്തേക്കാണ്. ഇതൊക്കെ പറഞ്ഞിട്ടിരുന്ന ബാക്കി ദൈവദാസൻ സമയം കിട്ടില്ല, പെട്ടെന്ന് ഓടിച്ചു പോകും കേട്ടോ. അതിനോട് പറഞ്ഞത് സ്വതന്ത്രം ഹല്ലേലൂയ. അങ്ങനെ തുടർച്ചയായിട്ട് അവിടെ മീറ്റിങ്ങിന് പോയി ഷാജി ബ്രദറും കുടുംബം വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഒരു വൃക്ഷം നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കും അല്ലേ, അതിങ്ങനെ പയ്യെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ കരിയാപ്പിലയോ പപ്പരക്കായോ ഒക്കെ നടന്നതൊക്കെ ഓക്കെ. അപ്പൊ അതങ്ങനെ വരുന്നതൊക്കെ ജീവിതത്തിൽ ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും ഈ പടിപടിയായി വരുന്ന മാറ്റം, ഓരോ ദിവസത്തെ മാറ്റം ദർശിച്ച ഒരു കുടുംബമാണ് ഇവര്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി സുവിശേഷം പറഞ്ഞു പോയി, പിന്നെ വേറെ വല്ലവരും പോയി നനച്ചു, പിന്നെ നട്ടു പോയി, അങ്ങനെയൊക്കെയാണ്. ഇത് അങ്ങനെ പടിപടിയായിട്ട് അവരുടെ ആത്മീയവും ഭൗതികമായ മേഖലകളിൽ അനേകം വിഷയങ്ങൾ, അത് ഷൈൻ സിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഫേസ് കിട്ടുന്നത്. അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചരിത്രം, അല്ലെങ്കിൽ നമുക്കെല്ലാം ചരിത്രമുണ്ട്, അങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്ന പറ്റത്തില്ലല്ലോ. എനിവേ അതൊരു ഭയങ്കര സാക്ഷ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്ത് സാധാരണ ഈ ഓടിച്ചിട്ട് ഒന്നിനെ പിടിച്ചു മൂക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കൃപയാലൊന്നും നടന്നില്ല. അദ്ദേഹം പറഞ്ഞടി നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം. അങ്ങനെ പുറത്തിറങ്ങി സ്നാനം താമസിച്ചു. പിന്നെ കൃപയാൽ അവർ ഒരുമിച്ച് സ്നാനപ്പെടണം എന്നുള്ളൊരു തീരുമാനം എടുത്തു. എനിക്കാണെങ്കിൽ ഈ സുവിശേഷം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെടുത്താനോ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും താല്പര്യമില്ല. ഓക്കെ, പക്ഷെ ഇവർ പറഞ്ഞ് ഞാൻ തന്നെ സ്നാനപ്പെടുത്തണം. കൃപയാൽ വേർതിരിവും കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം നടന്നുകൊണ്ട് അങ്ങനെ ഒരു IPC ദേവാസിന്റെ മകൻ, അദ്ദേഹം ഒരു IPC ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹം റഷീദിയാലൊരു വില്ല താമസിക്കുകയാണ്, നല്ലൊരു ഉദ്യോഗമാണ്. അവിടെ ഒരു ചെറിയ ക്വാർട്ടേഴ്സ് ഉണ്ട്, ഞാൻ അവിടെ താമസിക്കുകയാണ്. അവിടെ ഞങ്ങളൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂൾ ഒരു വാട്ടർ ടാങ്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ സ്നാനം ശുശ്രൂഷ നടത്താം. വർഷിപ്പ് സെന്ററിലൊക്കെ വലിയ ഫോർമാലിറ്റിയാണ്, പാസ്പോർട്ട് കോപ്പി കൊടുക്കണം. അവിടെ ഇംഗ്ലീഷ് മീറ്റിംഗ് മലയാളം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നല്ല രീതിയിലൊരു ബാപ്റ്റിസം ശുശ്രൂഷ നടന്നു. അതിനുശേഷം ഇവരെ പർവ്വജാതികൾ ഒമൽക്കോയിലേക്ക് കൊണ്ടുപോയി. അപ്പം എല്ലാവരും ആളെ പിടിക്കണം, നമ്മുടെ സഭ വരണം. ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടായ്മയൊന്നും വേണമെന്നില്ല, നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൂട്ടായ്മയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ല കൂട്ടായ്മയിൽ പോകണം. പക്ഷെ പർവ്വജാതികൾ വരെ കൊണ്ടുപോയി ഒരു കൂട്ടായ്മയില്ലാതെ വരൾച്ചയുടെ അനുഭവത്തിൽ കുറച്ച് നാൾ നിന്നു. ഇന്നാണ് ഞാനൊരു ദർശനം ഇവരോട് പങ്കുവയ്ക്കാൻ ഇടയായത്. ദർശനം നമ്മൾ പറയണമല്ലോ, കാരണം ഇതെല്ലാം ദൈവിക മർമ്മങ്ങളാണല്ലോ. ഒരു ദിവസം ഞാൻ ദർശനം കാണുകയാണ്. ആ ഹോൾ നമ്പർ 4, അതായത് നമ്മൾ തുടങ്ങിയ ആ ഒരു ഹോൾ, അവിടുന്ന് ഞങ്ങൾക്ക് മാറി. അപ്പൊ ആ ഹോളില് ഒരു വീൽ ചെയറില് നമ്മുടെ ഷൈനി സിസ്റ്റർ ഇരിക്കുക, വീൽ ചെയറിൽ. അപ്പൊ നമ്മളെല്ലാത്തിനും ആ ഭൗതിക മേഖലയിലാണല്ലോ കാണുന്നത്. ഉടനെ നമ്മുടെ വിചാരം സിസ്റ്ററെ വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഉള്ള പേടിയും കൂടെ വന്നിട്ട് വല്ല ഹാർട്ടിലെ അറ്റാക്ക് വല്ലതും വന്ന് പിന്നെ ആശുപത്രി പോയി വീൽ ചെയറിലാക്കി. ഇത് സംഭവമൊന്നുമല്ല, ആരാധിക്കാൻ എനിക്ക് കാരണമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കാൻ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന മാത്രമല്ല, ജീവിതം തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ആരാധന. ഇന്ന് ആരാധന ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് പാട്ടിനകത്ത് ഒതുങ്ങുന്ന ആരാധന. ആക്ച്വലി ഗാനത്തിൽ നിന്ന് ഉയരുന്നത് ദൈവത്തിന് സ്തോത്രയാഗമാണ്. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആരാധനയാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി യാഗപീഠത്തിൽ സമർപ്പിക്കുന്നതാണ് ആരാധന. യാഗപീഠത്തിൽ എപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും, യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കും. 2 ചൂടുണ്ട്, നമ്മളെ ശോധന ചെയ്യുന്ന ചൂടും നമ്മളെ എന്താ പറയുക ഒരുക്കിയെടുക്കുന്ന തീ കത്തിക്കുന്ന ചൂടും. അപ്പം 1 വചനം കുത്തുകൊള്ളും, 2 വചനം തീ കത്തിക്കും അല്ലെ എന്ന് പറഞ്ഞാലൊക്കെ ആ ഒരു ജീവിതശൈലിയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ഒരു ദൂരം പറയാം, താമസിച്ചു കഴിഞ്ഞാൽ സംഭവം ശ്രേഷ്ഠമായിരിക്കും. മനസ്സിലായോ? താമസിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അനുഗ്രഹിക്കപ്പെട്ട ഇവിടെ ഓൾറെഡി ആൾക്കാർ ഓടുന്നു. ഹോളിന്റെ വാടക പലവിധമായ ബുദ്ധിമുട്ടുള്ളപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹോള്, കർത്താവിന്റെ ദാസന്മാരുമായിട്ടുള്ള കണക്ഷൻ, ഇതെല്ലാമായിട്ട് ദൈവം അനുഗ്രഹമായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ
അപ്പൊ ഒന്നുകൂടെ ശ്രേഷ്ഠമായിരിക്കും. പിന്നെ 14 വർഷമായി നാടിന്റെ ഗന്ധം അറിഞ്ഞിട്ട് കേട്ടോ. കൊച്ചി എയർപോർട്ടിൽ കൂടെ ഒക്കെ വിമാനം പോകുന്ന കാണുമ്പോ ആ നാളികേരത്തിന്റെ പച്ചപ്പൊക്കെ കാണുമ്പോ വലിയ കൊതിയൊന്നുമില്ല, അതൊക്കെ പോയി. പുത്തനാമ ദർശനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കൈകളാൽ തീർക്കാത്ത നിത്യവാർപ്പിടത്തൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഇതൊന്നും വലിയ ഈ പച്ചപ്പിലൊന്നും വലിയ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സമയം അതിനുവേ അവിടുന്ന് പുറത്തിറങ്ങി അതിനുശേഷം സുവിശേഷ വേലയിൽ നല്ല ജാഗ്രതയോടെ ഇരിക്കുന്നു. ഓക്കെ, ചിലർ ഉദ്ദേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം സാക്ഷ്യം അതായത് പറഞ്ഞ ശുശ്രൂഷ ചെയ്യാവുന്നത്. കാരണം ഏതാ അല്ലെങ്കിൽ ആരും ബഹുമാനിക്കത്തില്ലല്ലോ. ഇയ്യോബ് പ്രാർത്ഥിച്ചത് ചൊറി കുത്തിയിരിക്കുന്നതാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ്, ഭാര്യ കൂടെ ഇല്ലാത്തപ്പോഴാണ്. ചിലർ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നിന്നാലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഞാൻ ദാവീദിന്റെ കാര്യം നോക്കിയപ്പോ മീകൾ ഇല്ലാത്തതിന് ശേഷം പുള്ളിക്കാരന് ഒത്തിരി വെളിപ്പാടുണ്ട് ബൈബിളിൽ കേട്ടോ. അപ്പൊ ഭാര്യ കൂടെ ഇല്ലെങ്കിലും കർത്താവിന്റെ പെട്ടകമായിട്ട് നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി പോരാട്ടങ്ങൾ കുടുംബത്തിൽ നിന്നും ആത്മീയ മേഖലകളിൽ നിന്നും എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് നിർത്തി. പക്ഷെ ഒരു ദൂതൂടെ കേട്ടാൽ ഞാൻ കാരാഗ്രഹത്തിൽ പോലെ ആരും കടന്നില്ലാത്ത മേഖലകളിൽ ഞാൻ നിന്നെ അയച്ച് എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഓർത്തുമല്ലോ ആഫ്രിക്കയിലോ ബീഹാറിലോ യു പിയിലോ അല്ല കൈമുക്കി. പക്ഷെ ആരും കടന്നില്ലാത്ത മേഖല കാരാഗ്രഹമാണെന്നുള്ള അത് മനസ്സിലായില്ല. കൈവെക്കുന്ന സൂക്ഷിച്ചോണം. പക്ഷെ അനുഗ്രഹം കേട്ടോ. ആരും കടന്നില്ലാത്ത മേഖലകളിലേക്ക് എന്നെ അയക്കണമെങ്കിൽ ബിസിനസ് തകർന്നത് കർത്താവിന് ഒരു വിഷയമല്ല. ഇയ്യോബിന് സകലതും മടക്കി കൊടുത്തതിന്റെ സോഴ്സ് എവിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസ്രായേലിനെ മടക്കി കൊടുത്തത് ഇസ്രായേലിൽ നിന്ന് കൊള്ളയടിച്ചിട്ടല്ലേ ആണോ? ആരെയും പണിയുള്ള കാശ് കൊടുത്ത ബാബേലിന്റെ കൊട്ടാരത്തിൽ നിന്നല്ലേ. അപ്പൊ ഇയ്യോബിന് എവിടുന്നാ കിട്ടിയെന്ന് ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ദൈവത്തിന്റെ ഉറവ് മറിഞ്ഞിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ളതാണ്. ചില ഉറവകൾ തുറന്നു വരട്ടെ. എന്റെ ഉറവയൊക്കെയും സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ വിലകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ക്ഷാമകാലത്തും തൃപ്തിയോടെ നടത്തുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കും. 5 മിനിറ്റ് ഉണ്ടല്ലേ? ഉണ്ടോ ബസ്? എനിക്കറിയാമല്ല. സഭാപ്രസംഗം 1-ന്റെ ആണ്. എനിക്ക് കാറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. 4 കാറ്റ്. സഭാപ്രസംഗം 1-ന്റെ ആണ്. തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും ഒക്കെ ഈ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് നടക്കുക. ഈ കാറ്റ് എല്ലായിടങ്ങളിലും അടിക്കുന്നുണ്ട് ലോകത്ത്. മനസ്സിലായോ? ഈ കാറ്റ് സകലരുടെ മേലും അടിക്കുന്നുണ്ട്. ഇതിന്റെ ഉറവ് എവിടാന്ന് ഇയ്യോബിനോട് ചോദിക്കുന്നു. 38-24 ചോദിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം 38-24. പെട്ടെന്ന് വായിച്ചാൽ ഞാൻ പെട്ടെന്ന് ഇരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് കംപ്ലീറ്റ് പറയും. കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതുമായ വഴിയേത്? വഴി അറിയാവോ? വഴി അറിയത്തില്ല. കിഴക്കൻ കാറ്റ് തർശീഷ് കപ്പലുകളെ തകർക്കുന്ന കാറ്റാണ്. മനസ്സിലായോ? വലിയ കപ്പലിനെ തകർക്കാൻ പറ്റിയ ശക്തിയുള്ള കാറ്റാണ് കിഴക്കൻ കാറ്റ്. എന്ന് മാത്രമല്ല, ഈ കിഴക്കൻ കാറ്റിനെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തെന്നറിയാവോ? മരുഭൂമിയിലെ കാടപ്പക്ഷിയെ കൊടുത്തു. വായിച്ചിട്ടുണ്ടോ? 78-ാം സംഘം. ഓക്കെ. ഈ കാറ്റ് സകലരുടെ മേലും അടിക്കുമ്പോൾ ചിലരുടെ മേൽ മാത്രം അടിക്കുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റ് കാണുന്നില്ല, പക്ഷെ അത് അടിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ അടിച്ചവരാണ് മിക്കവാറും വിളിക്കുന്നത്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:7-8. രക്തത്താലും വചനത്താലും ചേർവെടുക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട സഭയിൽ ക്രിസ്തുവിനോട് ചേരുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ ജനം. ഇനി ആരെങ്കിലും പെന്തക്കോസ്തിലാണോ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ ക്രിസ്തുവിനാണെന്ന് പറയണം. കാരണം ആ എല്ലാ നാമവും ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമൂഹത്തിലും പുഴുക്കുത്തു പിടിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന ഒരു ജനം. ഹല്ലേലൂയ. ഇത് കാറ്റടിച്ചതുകൊണ്ടാ. ഈ കാറ്റ് എങ്ങനെ അടിച്ചെന്ന് കണ്ടില്ല, എവിടുന്നാ വന്നെന്ന് കണ്ടില്ല, എങ്ങനെയാണ് രൂപാന്തരം സംഭവിച്ചതെന്നൊന്നും നമുക്ക് പോലും അറിയാൻ പറ്റില്ല. നമ്മളെങ്ങനെ വീണ്ടും ചരിച്ചു ദിവസം സാക്ഷ്യം പറയാം. അല്ലേ? പുറകിലിരുന്ന ആളാന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മുന്നിലല്ല, സ്റ്റേജില്ല. എന്നെ സ്റ്റേജിൽ പിടിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ദയവായിട്ട് ഈ ഉപദ്രവം ചെയ്യേണ്ടത്. കാരണം അങ്ങാടിയിൽ പ്രധാന സ്ഥലവും എന്താണ് പള്ളിയിൽ വന്നനവും പിന്നെ വഴിയിൽ വെച്ച എല്ലാവരും റബി എന്ന് വിളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. എനിവേ പോട്ടെ. പിന്നെ വേറെ കാര്യം, ബഹുമാനിക്കണമല്ലോ.
സ്തോത്രം. അപ്പൊ ഈ കാറ്റടിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ അനുഭവത്തിൽ വന്നത്. അല്ലെ, കത്തോലിക്കനായ ഞാൻ ഒന്നേ ചെല്ലിക്കൊണ്ട് സ്വന്തം വണ്ടിയിലും വിട്ട് പോക്കറ്റിലും വിട്ട് ഓഫീസിലും മറ്റുള്ള മനുഷ്യനാണ്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു. അടുത്ത കാറ്റ് അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായം 1-4. ഈ കാറ്റടിച്ചതിന് കാര്യം പ്രശ്നമാണ്. ആദ്യത്തെ കാറ്റോട് കാര്യമല്ലെന്ന്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ മുഴക്കമുണ്ടായി. ഒന്ന് കണ്ണടക്കാം. ആ കാറ്റൊന്ന് അടിക്കട്ടെ, ആത്മാവിന്റെ കാറ്റൊന്ന് അടിക്കട്ടെ, ആത്മാവിന്റെ ശക്തി ഒന്ന് അറിയപ്പെടട്ടെ. ഈ ശക്തി ഇല്ലെങ്കിൽ മോളോട് പറയാൻ പറ്റത്തില്ല. അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമാകട്ടെ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമാകട്ടെ, അത്യുന്നതിന്റെ ശക്തി നേരിടുന്ന ദിവസമാകട്ടെ. ആത്മാവ് തീയായിട്ട് ഇറങ്ങുന്ന, തീ പോലെ ഇറങ്ങുന്ന സീനായി മലമുകളിൽ ഇറങ്ങുന്ന അതേ ദൈവ സാന്നിധ്യം, പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന അതേ ദൈവ സാന്നിധ്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. അവരിൽ ആർക്കും മുട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെ മുട്ടുമാറ്റുന്ന ദൈവം യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടായില്ല. കുഞ്ഞാടിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. എല്ലാ ഇരുളിന്റെ ശക്തികൾ മേലെ ജയമെടുക്കുകയാണ്. ദൈവാത്മ സാന്നിധ്യത്തിൽ ഈ ഹോൾ നിറയട്ടെ, ഈ സ്ഥാപനം നിറയട്ടെ, വ്യക്തികൾ നിറയട്ടെ, ദേശം നിറയട്ടെ, ജാതികൾ നിറയ്ക്കട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ മാനസാന്തരം സംഭവിക്കട്ടെ. ഞങ്ങളുടെ മേൽ അടിച്ച പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. അന്യഭാഷകളിൽ നിറയട്ടെ, അന്യഭാഷകളിൽ പുതുഭാഷകൾ സംസാരിക്കട്ടെ. ഭാഷ നീളട്ടെ. 3-4 വാക്കിൽ ഒതുക്കാനുള്ളതല്ല. ഭാഷ ഒരു ഭാഷയാണ്, ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ്. ആർക്കും വെളിപ്പെട്ട് കിട്ടാത്ത മർമ്മങ്ങളാണ്. ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. ആത്മാവിന്റെ നദി ഒഴുകുകയാണ്. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. അന്യാരാധന ശക്തികൾ തകരട്ടെ. പാരമ്പര്യ ബന്ധനങ്ങള്, നെഗറ്റീവ് പോലുകൾ അഴിയട്ടെ. അധികാരമുള്ള നാമത്തിൽ, അമ്മാവിന്റെ ധീരങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ അതിനെ ചുറ്റിയായിട്ട് ഇറങ്ങി കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുകട്ടെ. മാംസളമായ ഹൃദയത്തിൽ ന്യായ പ്രമാണം എഴുതപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. കൽപ്പനകളായി മാറട്ടെ. ഓ ദൈവം എഴുതുന്ന കൽപ്പനകളായി ഹൃദയങ്ങൾ രൂപാന്തരപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. മതത്താൽ ജയമെടുക്കുകയാണ്. അവൻ കൽപ്പിച്ചു, അപ്രകാരം സംഭവിച്ചു. നമ്മളോ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തിൽ കൽപ്പിക്കുന്നത് സംഭവിക്കും. യേശു അത് ദൈവം കൽപ്പിച്ചു, അപ്രകാരം സംഭവിച്ചു. നമ്മൾ കൽപ്പിക്കണമെങ്കിൽ എങ്ങനെ? യേശുവിന്റെ നാമം
നാമത്തിൽ നമ്മുടെ തോന്നിയാസമല്ല ആത്മനിയോഗത്തിൽ കൽപ്പിക്കുന്ന സംഭവിക്കും. അടുത്ത കാറ്റ് വളരെ സൂക്ഷിക്കേണ്ട കാറ്റ്. റെവല്യൂഷൻ 7:1 അവസാനിപ്പിക്കാം. 7:1 റെവല്യൂഷൻ 7. ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടത്. ഊതാത്ത കാറ്റ് കുറച്ചു നേരത്തെ ഊതാതിരിക്കത്തുള്ളൂ. വായിച്ചു. 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചു. കാറ്റിന്റെ ശക്തി മനസ്സിലായോ? അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കാറ്റിന് വേണ്ടി. സ്വർഗത്തിൽ ചില ഡിപ്പാർട്ട്മെന്റുകളുണ്ടെന്ന്. ചില ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് വേണ്ടി ചലിക്കുന്ന ദേവാസനെ വേണ്ടി ചില ഡിപ്പാർട്ട്മെന്റുകൾ ചലിക്കാൻ പോവാ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ചലിക്കുന്നത് അതിന് ചലിക്കുക. കാരണം അവിടെ ന്യായവിധി നടത്തുന്നതിന് മുമ്പ് ചിലരുടെ മേൽ മുദ്രയിടുന്നത് വരെ കാറ്റൂതനെന്നും പറഞ്ഞ് 4 ദൂതന്മാരോട് കർത്താവ് കൽപ്പിച്ചു. ചെലവിനെ തടഞ്ഞു നിർത്തുന്ന, ന്യായവിധിയെ തടഞ്ഞു നിർത്തുന്ന ചില സംഭവങ്ങൾ നടക്കുകയാണ്. നാമത്തിലെ സ്ഥാപനത്തിൽ സംഭവിക്കുകയാണ്. ചിലതിനെ തടഞ്ഞു വെച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ആ മുദ്രയുടെ വ്യക്തികളുടെ ദൂതത്തെടുത്തോളം മുദ്രയിടുന്നത് പോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂതന്മാരോട് പറഞ്ഞു ഊതരുത്. അപ്പൊ കാറ്റിനെ തടഞ്ഞു വെച്ചുള്ള ഒരു ദൂതൻ കിഴക്കൻ കാറ്റിന്റെ ആള്, പടിഞ്ഞാറൻ കാറ്റിന്റെ ആള് ദൂതൻ വേറൊന്ന്. 4 കാറ്റിനെ പിടിച്ചു. കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ദൂതന്റെ ശക്തി ആലോചിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ മക്കൾ കിട്ടിയിരിക്കുന്നത്. സമയമില്ല. ഈ കാറ്റടിക്കുമ്പോ സമയം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഓർത്തണം, കർത്താവ് വരും. ഇവിടെ ഉണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നാളത്തെ കാര്യം അറിയത്തില്ല. എന്നാലും ബൈബിളിൽ പ്രോമിസ് ഉണ്ട്, ഭൂമിയിൽ സകല മനുഷ്യനെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിങ്ങളെ കാക്കും. സബ്ജക്ട് കണ്ടീഷൻ, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, എന്റെ വചനം കാത്തു. ഏത് വചനം? സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം കാത്തതിനാൽ ഭൂമിയിൽ സകല മനുഷ്യരെ പരീക്ഷിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും. കാക്കുന്ന കരങ്ങളിൽ ദൈവങ്ങളെ കേൾപ്പിക്കാം. അധികാരം യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആരായി വലങ്കൈ അറിയാം? ആർക്കെങ്കിലും പറയാം? യഹോവയുടെ വലങ്കൈ. യഹോവയുടെ വലങ്കൈ ഏതാ വലങ്കൈ? ബൈബിൾ ക്രിസ്. യഹോവയുടെ വലങ്കൈ അല്ലേ? യഹോവയുടെ വലങ്കൈ യഹോവയുടെ വലങ്കൈ. യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഭുജമാന ക്രിസ്തു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ക്രിസ്തു വന്നിടത്തെല്ലാം വീര്യപ്രവൃത്തി ഉണ്ടെന്ന്. 2-3 നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്തൊക്കെ ഞാൻ മധ്യ ഉണ്ടെങ്കിൽ അവിടെ വീര്യപ്രവൃത്തിയുണ്ട്. ഇവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമെന്ന്. നിങ്ങളുടെ ഭവന പ്രാർത്ഥനയിൽ നടക്കുമെന്ന്. നടന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടെന്ന്. സോറി, ഇതും കുട്ടനാട്ടിലെ വെള്ളം തന്നെയാണ്. കാരണം നിങ്ങളെല്ലാം റാന്നിക്കാലായിരിക്കും കൂടുതൽ. നിങ്ങൾ അവിടുന്ന് ഒഴുക്കി വിടുന്ന ഞങ്ങളാ സഹിക്കേണ്ടത്. പക്ഷെ അവിടെ ഒരു സമുദ്രം ഉള്ളത് കൊണ്ട് ഞങ്ങളെ മുക്കാൻ റാന്നിക്കാർക്ക് പറ്റത്തില്ല. പിന്നെ മുങ്ങിയാലും നീന്തൽ അറിയാവുന്നവരാ ഞങ്ങള്. നിങ്ങൾ അവിടുന്ന് എങ്ങാനും ഒതുങ്ങി വന്നാൽ ഞങ്ങൾ വേണം രക്ഷപ്പെടാൻ. പക്ഷെ നിങ്ങളവിടെ സുവിശേഷം ആദ്യം വന്നത്. ഞങ്ങൾ അവിടെ വലുതായിട്ടൊന്നും എത്തിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വന്നൊന്ന് പറഞ്ഞോ. ഞാൻ അവിടെ ഇവിടെ മൂലക്കൊന്നും കുത്തിയിരുന്ന പോരുന്നത്. ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേ സമിതി മക്കളോട് പറഞ്ഞു, അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് വെളിപ്പാടുണ്ടായിരുന്നു, അവിടെ ഇരുത്തിയാൽ മതി. അപ്പൊ മറ്റുള്ളവർക്ക് എല്ലാം അസൂയ തോന്നി. മനസ്സിലാ? അവർക്ക് അമ്മയ്ക്ക് വെളിപ്പാട്, അമ്മമാർക്ക് വെളിപ്പാടുണ്ടെങ്കിൽ മക്കളെ കുറിച്ചുള്ള ചിന്ത അവിടെ അമേരിക്കയിലും കാനഡയിലും ഒപ്പം എല്ലാവരുടെയും സ്വപ്നം അതാണ്. അതിനേക്കാൾ ഉപരി ഇടതും വലതും
ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ അവകാശം. തോൽക്കുന്നവനെ അവിടെ കാണത്തില്ല, ജയിക്കുന്നവരെ കർത്താവിന് വേണ്ടത്. കാരണം കർത്താവ് ജയിച്ചവരാ. നമ്മള് ജയാളികളാണ്, ഒന്നല്ല ജയാളികളാണ്. ജയാളികളായിട്ട് പോയിട്ടാ മതി. ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കൊന്നുമല്ല, ഇത് ബൈബിളിലെ കാറ്റിന്റെ കാര്യമാണ്, ശക്തിയുള്ള കാറ്റിന്റെ കാര്യമാണ്. വിടുവിക്കുന്ന കാറ്റും തടയുന്ന കാറ്റും ന്യായവിധിയുടെ കാറ്റും രക്ഷിക്കുന്ന കാറ്റും കാടപ്പക്ഷിയെ കൊണ്ടിരുന്ന കാറ്റും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നോ കൺക്ലൂഷൻ. താങ്ക് യു ഫോർ എവരിബഡി. നല്ല വചനങ്ങൾക്കായിട്ടുള്ള സ്തുതിക്കുകയാണ്. സമയം കുറവുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ തുടർന്ന് 20-25 മിനിറ്റ് സമയം ദാസനോട്. Praise the Lord. ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകൻ സെന്റ് പാസ്റ്റർ സാൻ പാസ്റ്റർ, എനിക്ക് മുമ്പായി ആത്മദൈവത്തോടെ സംസാരിച്ച ആന്റണി പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ അഭിഷേകൻ എടുത്ത ആ വിഷയത്തോട് ചേർന്ന് ആത്മനിയോഗിക്കുന്നതുപോലെ ഞാനും സമയത്തിനുള്ളിൽ തന്നെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. നശിച്ചു പോകുന്നവർക്ക് ഈ മാർഗം ഒരു ഭോഷത്വമായി തോന്നിയേക്കാം, എന്നാൽ ഹല്ലേലൂയ വചനം പറയുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. മാനുഷിക ശക്തി നമുക്കറിയാം, അറിവിന്റെ ശക്തി എന്താണെന്നറിയാം, ധനത്തിന്റെ ശക്തി എന്താണെന്നറിയാം, അധികാരത്തിന്റെ ശക്തി എന്താണെന്നറിയാം. എന്നാൽ ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി അത് ലോകത്തിൽ നിന്ന് വരുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ ശക്തിയുടെ പ്രത്യേകത, ആ ശക്തിക്ക് ജീവൻ നൽകുവാൻ കഴിയും. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന യേശുവിന്റെ ശക്തിയുടെ പ്രത്യേകത അത് ജീവൻ നൽകുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനം, ക്രൂശിന്റെ വചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ലോകത്തിൽ ജനിച്ച മനുഷ്യന്റെ പ്രത്യേകത, ആദാം ഹവ്വയുടെ പാപനിമിത്തം നമ്മളെല്ലാവരും എന്തായി മാറി? പാപികളായി മാറി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വേണം. പഴയ നിയമം അനുസരിച്ച് കാളകളെയോ ആടുകളെയോ ആട്ടുകൊറ്റനെയോ പ്രാവിനെയോ ഒക്കെ കൊണ്ട് യാഗം കഴിക്കാം. ആ മൃഗത്തെ അതിനെ അൺഡ്രസ് ചെയ്തിട്ട് അതിന്റെ മേളിൽ കൈവച്ചിട്ട് നമ്മൾ ചെയ്ത പാപം പറഞ്ഞ് അതിനെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ പാപത്തിന് പരിഹാരമാകും. അപ്പോൾ കാശുള്ളവനെ ഇഷ്ടം പോലെ ജീവിക്കാം, എന്നിട്ട് പാപത്തിന് പരിഹാരം ചെയ്താൽ മതി. ഇങ്ങനെ മനുഷ്യന്റെ കഠിന ഹൃദയ നിമിത്തം ദൈവം മടുത്തു. പക്ഷേ ഏദൻ തോട്ടത്തിൽ ദൈവം പാമ്പിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: സ്ത്രീയിൽ നിന്നും ഒരു സന്തതി ജനിക്കും, അവൻ നിന്റെ തല തകർക്കും. നീ കബളിപ്പിച്ച് ഈ സ്ത്രീയെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചില്ലേ, അവളുടെ അകത്തുനിന്ന് തന്നെ ഒരു സന്തതി വരും. പിശാചിന് അറിയത്തില്ല ആരാ വരുന്നതെന്ന്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കായീനെ ഹാബേലിനെയും ഇവൻ തമ്മിലടിപ്പിച്ചത്. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ്: കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു, അവൻ യേശു എന്ന് പേരിട്ടു. ആ യേശു എന്ന വാക്കിന്റെ അർത്ഥം അവൻ ലോക രക്ഷിതാവ് എന്നാണ്, നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ യേശു എന്ന ദൈവവചനം പറയുന്നു, ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടിയിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. അതായത് ഒരു ഉറുമ്പിനോട് ഒരു കഥ പറയണമെങ്കിൽ നമ്മൾ പോയി പറഞ്ഞാൽ ഉറുമ്പിന് വല്ലതും മനസ്സിലാവും. ഞാൻ പോയിട്ട് ഉറുമ്പിനോട് പറയണം, ഉറുമ്പ് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക. ഉറുമ്പ് ഒരു കടി തരും. ഉറുമ്പ് പറയും, ഏതോ ഒരു അജാനുബാഹു എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമ്മളെ തകർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം അവിടെ സംഘം ചേർന്ന് തന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഞാൻ ഉറുമ്പിനോട് ഒരു കാര്യം പറയണമെങ്കിൽ ഞാനൊരു ഉറുമ്പായി മാറിയാൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ സകലത്തെയും വാക്കുകൊണ്ട് നിർമ്മിക്കുന്നവനാണ്. ഈ ദൈവത്തിന് മനുഷ്യനായി വന്നാൽ മാത്രമേ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം താൻ മനുഷ്യനായി വന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പറയാണ്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ
മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, യേശു പറയുന്നത് ഞാൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അതായത് യേശു വരുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം യജമാനൻ ദാസൻ എന്നുള്ള ബന്ധമാണ്. എന്നാൽ യേശു അതിനെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, ദൈവം നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ പിതാവാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്ക് ഉള്ളതാകുന്നു. ആമേൻ. അപ്പോൾ ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാകുന്നു. ഒരു ആത്മാവിന്റെ വില എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ വില എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തൊന്നും മനുഷ്യനൊരു വിലയില്ല. പട്ടിക്കും പൂച്ചയ്ക്കും കുറച്ചുകൂടെ വിലയുണ്ട്. പക്ഷെ അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇവിടുത്തെ UAE ഒരു സിറ്റിസൺ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യന് ഇച്ചിരൂടെ വിലയുണ്ട്. പക്ഷെ ദൈവവചനം ഒരു മനുഷ്യനിട്ടിരിക്കുന്ന വില ഈ ഭൂമിയേക്കാൾ വലുതാണ്. ഈ ലോകത്തിൽ എത്ര സ്വർണ്ണ ഖനികളുണ്ട്, എണ്ണ ഖനികളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ആത്മാവിന്റെ വില സർവ്വഭൂമിയേക്കാളും വലുതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഭാവി, നമ്മുടെ നിത്യത എവിടെയാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എവിടെ ജനിച്ചു വളർത്തപ്പെട്ടാലും നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ദൈവത്തിന്റെ ഹല്ലേലൂയ ദാസന്മാർ അനേക സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു നാണവും കൂടാതെ മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ നൽകപ്പെട്ട ഒരു നാമമില്ല എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നത് അവർക്ക് തലയ്ക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഈ വചനത്തിന്റെ ശക്തി എന്താണെന്നറിയാം, ക്രൂശിന്റെ സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്നറിയാം. അത് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ഉറപ്പും ധൈര്യവും അവർക്കുള്ളത് കൊണ്ടാണ് അവർ വിളിച്ചു പറയുന്നത്. അപ്പൊ യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒത്തിരി കാശ് കൊടുത്താൽ നടക്കത്തില്ല, നമ്മൾ ഒത്തിരി ക്രിയകൾ ചെയ്യണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം ഇറങ്ങി വന്നെന്നും അവൻ ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്തു എന്നും അതിലുപരി എന്റെ പാപങ്ങൾ, എന്റെ രോഗങ്ങൾ, എന്റെ ശാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു എന്നും മരിക്കുക മാത്രമല്ല മൂന്നാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീരനായ യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് എല്ലാ മനുഷ്യരും മരിച്ച് ഒരു ദിവസം ദൈവമായ ഹല്ലേലൂയ സൃഷ്ടിതാവായ ആ ദൈവത്തിന്റെ മുമ്പിൽ നാം എല്ലാവരും ഒരു ദിവസം അവന്റെ ന്യായാസനത്തിൽ നിൽക്കും. അന്ന് നമ്മൾ ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണം നമുക്കെല്ലാവർക്കും പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. അന്ന് ഒരു പുസ്തകം എടുക്കും, ആ പുസ്തകത്തിന്റെ പേര് ജീവന്റെ പുസ്തകം എന്നാണ്. ഹല്ലേലൂയ. ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് സത്യവേദ പുസ്തകമായ ദൈവവചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുമ്പോൾ എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയാണ്. ഹല്ലേലൂയ. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളം ദൈവവചനം പറയുന്നത് നിങ്ങൾ സന്തോഷിക്കണമെന്നാണ്. ഒരിക്കല് യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി രോഗികൾ സൗഖ്യമായി, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങളെല്ലാം അലറി, ദുരാത്മാക്കളൊക്കെ വിട്ടുപോയി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു. യേശു അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഹല്ലേലൂയ തോന്നുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് യേശുവിനെ സ്വീകരിക്കുവാൻ, ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ. ഹല്ലേലൂയ. ഈ ദൈവജനം പറയുന്നത് പോലെ ഈ സുവിശേഷം ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ,
ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപത്തെ കഴുകുവാൻ യേശുവിന്റെ രക്തം മതിയായതെന്ന് വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ഹല്ലേലൂയ യേശു തന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായിത്തീരും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ആ വാതിൽ തുറന്നാൽ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മളോട് കൂടെ അനുദിനം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലുപരി ഭാഗ്യം വേറെയില്ല. മാത്രമല്ല, യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്നാൽ അവൻ മരിച്ചാൽ അവന് എവിടെ പോകുന്ന ഉറപ്പുണ്ട്. അവന് മരണത്തെ ഭയമില്ല, അവന് പ്രത്യാശയുണ്ട്, അവന് ധൈര്യമുണ്ട്, അവൻ ഉറപ്പുണ്ട്. അവന്റെ പേര് ജീവപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് അവന്റെ നിത്യത എവിടെയാണെന്ന പൂർണ്ണമായ ഒരു ഉറപ്പ് ആ വ്യക്തിക്കുണ്ട്. ഹല്ലേലൂയ. 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവ ഹൃദയത്തിലേക്ക് വരികയാണ്. മരിച്ചുപോയ എല്ലാ യേശു ഭക്തന്മാരും യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വായിച്ചത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ആത്മശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന യേശുവിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല പുതിയ 2 AC, നല്ല സൗണ്ട് സിസ്റ്റം, എല്ലാം നല്ല പുതിയ ചെയർ, നല്ല കാർപ്പറ്റ്, എല്ലാം ക്രമീകരണങ്ങൾ ഇവിടെ പ്രിയ ജോസാനും ചേച്ചി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചത് ഒരാളെങ്കിലും ഈ ദൈവത്തെ അറിയണമെന്ന്. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് തരാൻ പറ്റത്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴിയാണ് അവർ കാണിച്ചത്. അവരുടെ ഹൃദയത്തിന്റെ പരമാർത്ഥ ദൈവം കാണുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഈ ഇടത്ത് വന്ന് അനേകർ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകത്തുമില്ല. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മളെല്ലാം എയർപ്ലെയിനിൽ കയറിയാണല്ലോ ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പം അവിടുത്തെ എയർ ഹോസ്റ്റസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മേളിൽ നിന്നൊരു സാധനം താഴോട്ട് വരും, അപ്പുറത്തെ ആദ്യം വെക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ആദ്യം നമുക്ക് വെക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്തുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ വെക്കാതെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളും പോവും, കൂടെ ഉള്ള ആളും പോവും. അപ്പൊ നമ്മുടെ നിത്യജീവൻ എവിടെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ആരാണ് നമ്മുടെ ഭാര്യ ആയിരുന്നത്, ആരാണ് നമ്മുടെ പിതാവ് എന്ന്. പക്ഷെ അവിടെ ദൈവവും നമ്മളും മാത്രമാണ് ബന്ധം. രക്ഷ വ്യക്തിപരമാണ്. അപ്പോസ്തലനായ ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി എന്റെ യേശുവേ, നീ ദൈവം കർത്താവാണ് ഞാൻ വിശ്വസിക്കുന്നത് വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടാൻ ഉള്ളൊരു വഴിയാണ് ഈ വചനം. ഹല്ലേലൂയ. ഈ വഴി ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവവചനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. അതായത് യഥാർത്ഥ ബുദ്ധിമാന്റെ പ്രത്യേകത, അവൻ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്,
ദൈവത്തെ യഥാർത്ഥമായിട്ടും അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവദാസൻ തന്റെ ജീവിതാനുഭവം പറഞ്ഞല്ലോ. ഇവിടെയുള്ള ഓരോ ദൈവദാസന്മാരോട്, ഓരോ വ്യക്തികളോട് ചോദിച്ചാൽ അവരൊക്കെ ജീവിതത്തിൽ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാശ് കിട്ടുമെന്നല്ല പറയുന്നത്, ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകത്തിന് തരാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോകത്തിന് തരാൻ കഴിയാത്തൊരു സമാധാനം നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ദൈവജനം പറയുന്ന മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പല നാമങ്ങൾ ലോകത്തുണ്ട്, എന്നാൽ രക്ഷപ്പെടാൻ ഒരു നാമമേ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളൂ. കാരണം എന്താണ് അങ്ങനെ ദൈവം ചെയ്തത്? കാരണം നമ്മുടെ എല്ലാവരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരണപ്പെടുവാൻ തക്കവണ്ണം ഒരൊറ്റ സ്നേഹമുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ അല്ലെ? നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ ചങ്ക് ബ്രോ എന്നൊക്കെ പറയും. അതായത് ചങ്ക് വേണമെങ്കിൽ കൊടുക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചങ്ക് തരുമോ? ഞാനിപ്പം ഒരാളെ അബദ്ധത്തിൽ കൊന്നു കുട്ടിക്കും, കൊന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരോട് പറയടാ അറിയാൻ ഞാൻ അറിയാതെ കയ്യബദ്ധം വന്നു കൊന്നു കളഞ്ഞു, എന്റെ ഈ കുറ്റം നീ ഏറ്റെടുക്കോ എന്ന് ചോദിച്ചാൽ അന്നേരം അറിയാം യഥാർത്ഥത്തിൽ ആരാണ് കൂട്ടുകാരനെന്ന്. ലോകത്തിൽ ആർക്കും ഇത് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കുറ്റങ്ങളൊക്കെയും ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവവചനം പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ, അത് മഞ്ഞു പോലെ യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനാണോ നിങ്ങൾ? നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ദൈവം സത്യമാണെങ്കിൽ എനിക്കൊന്ന് വെളിപ്പെട്ട് തരണമേ, എന്റെ ഹൃദയത്തോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. നിങ്ങളെയും ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട, അന്ധമായിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ നീ യഥാർത്ഥ ഈ പറഞ്ഞു കേട്ട യേശു യഥാർത്ഥ ദൈവമാണെങ്കിൽ എന്നോടൊന്ന് ഇടപെടണം, എന്നോടൊന്ന് സംസാരിക്കണം, എന്റെ വിഷയത്തിനകത്ത് ഒന്ന് ഇടപെടണമെന്ന് എത്ര പേർ ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വഴി തുറക്കുവാൻ തക്കവണ്ണം തീരും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം തീരും. 1 തെസ്സലോനിക്കർ 5:16 മുതലുള്ള വാക്യം ഇങ്ങനെയാണ്: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. പ്രിയമുള്ളവർ, എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ദൈവശക്തിക്ക് ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഇടവിടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ദൈവശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെങ്കിൽ, എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്ന് വെച്ചാൽ നഷ്ടം വന്നാലും സ്തോത്രം പറയണമെങ്കിൽ അതിന് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്, അതിന് 23 മുതൽ വായിച്ച 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മളെ ശുദ്ധീകരിക്കുന്നത് സമാധാനത്തിന്റെ ദൈവമാണ്. എത്ര പേർ പ്രാർത്ഥിക്കും, എന്റെ അശുദ്ധിയല്ല ഒന്ന് മാറ്റണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ യേശുവേ, എന്റെ ഹൃദയത്തെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. മൂന്ന് കാര്യം: നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വിശ്വസ്തനാണ്. വിശ്വസ്തനാണ്. ലോകത്തിലെ മനുഷ്യരെല്ലാം അവിശ്വസ്തരാണ്. അവർക്കൊന്നും 100% വിശ്വസ്തത കാണിക്കാൻ കഴിയത്തില്ല. എന്ന ദൈവത്തിന്റെ പ്രത്യേകത,
അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ദേഹവും നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും അശേഷം ഹല്ലേലൂയ സൂക്ഷിക്കുവാൻ കഴിയുന്ന, നമ്മുടെ തേജസ്സോടെ നിർത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഇന്ന് സമാധാനത്തിന്റെ ദൈവമേ എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും എനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. എന്റെ മരണത്തിന് ശേഷം എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, എന്റെ പേരും ജീവപുസ്തകത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്. യേശുവിനൊരു പ്രായം പ്രശ്നമല്ല. യേശു നമ്മുടെ ഹൃദയത്തെയാണ് കാണുന്നത്. നമ്മുടെ എല്ലാ പാപങ്ങളെ കഴുകുവാൻ, നമ്മുടെ എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലുള്ള എല്ലാ ശാപത്തെ എടുത്തു മാറ്റുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്ക് കഴിവുണ്ട്. ഞങ്ങൾ അനുഭവസ്ഥരാണ്. ഞങ്ങൾ ആ ദൈവത്തെ അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. യഹോവ നല്ലവനാണ്, ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാണ്, ഞങ്ങൾ അവനെ ശരണം പ്രാപിക്കുന്നവരാണ്. ഇന്ന് സമാധാനത്തിന്റെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് ഹല്ലേലൂയ യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണമേ, എന്റെ ഉള്ളിൽ സമാധാനം തരണമേ, നീ അങ്ങ് യഥാർത്ഥ ദൈവമാണെന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്തണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം തുറന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാത്രി സ്വർഗം തുറന്ന് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ദൈവം, ബുദ്ധിമാന്മാരെ നോക്കുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഓ റമലമ ശബ്ദരാലബാരിയാലബ ശതുരാലബാരബ നന്ദ്രേരിയാലഗ ശതുരാലബാരികരബാരബാരിയാലബ. നിന്റെ ജീവിതത്തെ സമാധാനപൂർണമായി, നിന്റെ ജീവിതത്തിൽ യേശു ആരാണെന്ന് നീ രുചിച്ചറിയത്തക്കവണ്ണം അത് ദൈവശക്തിയായി, അത് സമാധാനമായി പരിണമിക്കുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയും. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിച്ച് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി യേശുവിനോട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി തുറന്നൊന്ന് സംസാരിക്കാമോ? എന്റെ പാപഭാരത്തെ എടുത്തു മാറ്റണമേ, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങൾ കൊത്തവണ്ണം എന്നോട് ചെയ്യാതെ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ ഒരു മകനായി തീരേണ്ടതിന് എന്റെ പാപങ്ങളെ അങ്ങ് കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ പ്രാർത്ഥിക്കും? പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന്റെ രാത്രിയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രക്ഷയുടെ ദിവസമാണ്. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്ന ദിവസമാണ്. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ, നീ എന്റെ രക്ഷിതാവ് കർത്താവുമായി എന്റെ ഉള്ളത്തിലേക്ക് വരണമേ. ഇന്ന് മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിൽ എല്ലാ അസമാധാനത്തെയും മാറ്റണമേ, എന്റെ പാപങ്ങളെയും എന്റെ ശാപങ്ങളെയും മാറ്റി അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഇന്ന് മുതൽ അങ്ങയുടെ പൈതലായി ജീവിക്കുവാൻ ഞാൻ എന്റെ ഹൃദയം തരുന്നു. അങ്ങയുടെ ജീവിതത്തിൽ വരണമേ. ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകിയനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദാസന്മാരിലൂടെ കേട്ടതുപോലെ ചില കാറ്റുകൾ നമ്മളെ ഉറപ്പിക്കാൻ കൂടിയാണ്. ചില പ്രതികൂലങ്ങൾ നമ്മളെ തകർക്കുവാനല്ല. ഒരു വചനം വായിച്ചിട്ട് ദിവസങ്ങളിൽ തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എടുത്താട്ട് ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും മൃഗങ്ങളെയും ഓർത്തു. ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, പെട്ടകത്തെ ആരാധനത്തിന്മേൽ നിർത്തുവാടാക്കിയ ദൈവം. ഈ ഭവനത്തോടുള്ള ദൂത അത് ഏറ്റെടുത്തിട്ട് കടന്നു പോവുക. ഇത് പകൽക്കാലം ചില കാറ്റടിക്കുന്നത് തകർക്കാനല്ല, നമ്മളെ ഉറപ്പിക്കാൻ കൂടിയാണ്. നമ്മളെ ഉറപ്പിക്കുവാൻ വേണ്ടിയ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ പല കാറ്റും അടിക്കേണ്ടി വന്നു, അലയേണ്ടി വന്നു. പക്ഷേ നോഹയെയും
തന്നോട് കൂടെയുള്ള സകല ജീവികളെയും ഓർത്ത് ദൈവം അവിടെ ഒരു കാറ്റടിപ്പിച്ചു എന്ന് പറയുന്നു. അവൻ ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ച് ഉറപ്പിച്ചതുപോലെ ഈ നാളുകളിൽ ഈ ഭവനത്തോടുള്ള ദൂതാണ്. പകൽക്കാലം ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ ചില രാത്രിയിൽ കേട്ട ദൂതിനെ തുടർന്ന് പരിശുദ്ധാത്മാവ് തന്ന ദൂത. ഈ കാറ്റടിപ്പിച്ചത് നിന്നെ തകർക്കുവാനല്ല, നിങ്ങളെ തകർക്കുവാനല്ല. പലരുടെയും ജീവിതത്തിൽ ചില പ്രതികൂല കാറ്റടിപ്പിച്ചത് തകർക്കുവാനല്ല, നിന്നെ ഉറപ്പിക്കുവാനാ. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് നിന്നെ തകർക്കുവാനല്ല, നോഹയെയും കുടുംബത്തെയും ഉറപ്പിച്ചതുപോലെ തന്നോട് കൂടെയുള്ള സകല ജീവങ്ങളെയും ഉറപ്പിച്ചതുപോലെ ഈ നാളുകളിൽ ഈ ഭവനത്തോടുള്ള ദൂതായിരുന്നു പകൽക്കാലം. രാത്രിയിൽ ഈ ഭവനത്തെ ഉറപ്പിക്കുന്ന നാരങ്ങളാ ചിലത്. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഒരു ഗാനം പാടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ആശീർവാദം. Love,
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയാർന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ദാനമായി തന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്ഥലത്ത് ഇങ്ങനെ പ്രകാരം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരിടം കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവേ, തന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവം കൊടുത്ത നല്ല ആഗ്രഹത്തിനായി സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഈ സന്ധ്യയിൽ ഞങ്ങളുടെ വിശുദ്ധന്മാർ ചേർന്ന്, ഭക്തന്മാർ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വേണ്ടി വേർതിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളൊന്നറിയുന്ന ദേശത്ത് അനേക ആളുകൾക്ക് വന്ന് ചേക്കേറുവാനുള്ള കർത്താവ് ദൈവത്തിന്റെ തണലായി, ദൈവത്തിന്റെ സങ്കേതമായി, അങ്ങയുടെ സങ്കേത നഗരമായി അനേകരുടെ ജീവിതത്തിൽ അവൻ മാറ്റങ്ങളെ വരുത്തുവാനുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ഇടമാക്കി, ദൈവത്തിനെ കർത്താവെ ശക്തീകരിച്ച്, ദൈവത്തിനെ സൂക്ഷിച്ച്, ദൈവത്തിനെ ബലപ്പെടുത്തി കർത്താവെ ദൈവത്തിനെ ഓർത്തിരിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദാസനെ ദാസ്യ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കഠിനമേറിയ ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിലും കർത്താവോളം പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. സകല കർത്താവെ തിന്മകളും നന്മയ്ക്കായി മാറ്റുന്ന ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ അടിച്ച കാറ്റുകളല്ല, അത് തകർച്ചകളുടെ കാറ്റുകളല്ല, അത് പടുതുയർത്തുന്ന കാറ്റുകളെന്ന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ ദൈവസഭയായി ഞങ്ങൾ ചേർന്ന് നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ സ്ഥലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ അത്ഭുതം ഇവിടെ നടക്കട്ടെ. ഞങ്ങളുടെ നാമം ഉയർത്തപ്പെടുന്ന ഇടത്തെല്ലാം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമല്ലോ. ഇന്ന് രാത്രി കർത്താവിനെ കുടുംബമായി ഏൽപ്പിക്കുകയാണ്. അഭിഷക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം. ദാസന്മാരുടെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. എല്ലാ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ എവിടൊക്കെ ഏതൊക്കെ നിലയിൽ പ്രവർത്തിക്കണമോ അവിടൊക്കെ അത്ഭുതങ്ങൾ നടക്കുവാൻ, ദിശകൾ നടക്കുവാൻ, ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തികൾ നടക്കുവാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരിക്കൽ കൂടെ നിന്റെ ജനത്തിനായി സ്തോത്രം. കർത്താവ് വിവിധ ഇടങ്ങൾ ദേശങ്ങളിൽ നിന്ന് നിന്റെ മക്കളെല്ലാം കർത്താവ് കൂട്ടിവരുത്തിയല്ലോ. അനുഗ്രഹത്തോടെ സമാധാനത്തോടെ അയക്കണം. ഈ സ്ഥലം അങ്ങേക്ക് വിശുദ്ധമായി തീരട്ടെ. ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. 2 മിനിറ്റ് കൂടെ, 2 മിനിറ്റ്. നാമത്തിന് സ്വന്തം സമയം ഒത്തിരി പോയതുകൊണ്ട് നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആശീർവാദം പറയാൻ തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചതിന് ശേഷമേ മടങ്ങി പോകാവൂ. ഇപ്രകാരം ഒരു ആലയം ഈ സനയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് ഉള്ള ആഴ്ചകളിൽ ദൈവം ഇവിടെ പ്രെയർ മീറ്റിംഗ് നടത്തുവാൻ നമ്മൾ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ നേതൃത്വം വഹിക്കുവാനൊക്കെയും പ്രിയപ്പെട്ടവരെ ജോസ് ബ്രദറെ കുടുംബത്തെയും ദൈവം കൃപ നൽകുന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ കോർഡിനേറ്ററായി നമ്മുടെ ജോയ് തോമസ് ആണ്. കാര്യങ്ങൾ ഈ സനയിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും നമ്മുടെ ദാസന്മാരോടുണ്ട്, സാംബാസ്റ്ററുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സഹോദരന്മാർ ഈ സനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒത്തിരി പേര് ഈ സനയെക്കാത്ത് പള്ളിയിൽ പോകാനോ കൂട്ടായ്മയ്ക്ക് പോകാനോ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം കണ്ടുപിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഭ നൽകുന്നതായിരിക്കും. അതിന് പുറകെ നിങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന നേതൃത്വം വഹിക്കുവാൻ നമ്മുടെ ജോയ് തോമസിനെ ഈ ദേശത്ത് കൊണ്ടുവന്ന് മടങ്ങി ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദേശത്ത് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എന്തോ ഒരു പദ്ധതി പ്രിയ ബന്ധത്തിനോടുള്ളതുണ്ട്. അത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും കൂടെയാണെന്ന് പറയുവാനിടയായി. അതുപോലെ ഈ കാര്യങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവനാമത്തിനും കൂടി നിൽക്കുവാൻ ഈ ദേശത്ത് അനേക യൗവനക്കാരുള്ള ദേശമാണ്. അത് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം.
നമ്മുടെ ദൈവദാസന്മാരോടുള്ള നന്ദി പറയുന്നു. കടന്നു വന്ന ആന്റണി പാസ്റ്ററോടും ടിജോ പാസ്റ്ററോടും സാം പാസ്റ്ററോടും ഇതിൽ പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫിനോടും, അതുപോലെ തന്നെ നമ്മുടെ അലക്സ് ബ്രദറുണ്ട്, ഇവരെല്ലാം ഇതിനകത്ത് കാര്യങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ നിൽക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളൊക്കെ ആരോനെ ഈ പ്രിയപ്പെട്ടവരെല്ലാം അത് അനുഗ്രഹമായി തീരുവാൻ ഈ സ്ഥാപനത്തിനും ഈ ദേശത്തിനും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം ഭംഗിയായി കർത്താവേ ഞങ്ങളുടെ ഈ പ്രാരംഭ മീറ്റിംഗ് നടത്തുവാൻ ദൈവം കൃപ നൽകി. ദൈവദാസന്മാരോടെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനിടയായി. ഈ ഭവനത്തോടുള്ള ദൂത് ഇന്ന് പകൽക്കാലം രാത്രിയിൽ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. നോഹയെയും കുടുംബത്തെയും താവിയും ഉറപ്പിച്ചതുപോലെ ഈ കുടുംബത്തെ അനേകർക്ക് സാക്ഷിയായി നിർത്തുവാൻ വീണ്ടും ഈ ദേശത്ത് നിർത്തുന്ന എല്ലാ കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർക്കുന്ന ദൈവമാണ്, അങ്ങ് സർവശക്തൻ എന്നറിയുന്നപ്പാ. താവേ, പ്രതികൂലങ്ങളും പ്രതിസന്ധിയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് പറയത്തക്ക വിധത്തിൽ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രിയിലൂടെ കടന്നു വന്ന സകല സഹോദരങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് അയക്കുന്നപ്പാ. ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അടിയങ്ങളെ സമർപ്പിക്കുന്ന ഈ സ്ഥാപനത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ജോസ് ബ്രദറിനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസന്റെ ആശീർവാദം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാകിയ യഹോവയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സമാധാനത്തിന്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ രക്ഷകനും വീണ്ടെടുക്കുവാനും യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഈ സ്ഥാപനത്തിന്മേൽ, കുടുംബത്തിന്മേൽ, കർത്തദാസന്മാരുടെ മേൽ, അങ്ങയുടെ ഭക്തന്മാരുടെ മേൽ, ലോകത്തെങ്ങുമുള്ള സകല വിശുദ്ധന്മാരുടെ മേൽ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘത്തിലുള്ള തേജസ്സിന്റെ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ദി ലോർഡ്.